ഹായ് ഹലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേണ്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കോവയ്ക്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ കോവയ്ക്കെല്ലാം ഇവിടെ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നീളത്തിൽ കനം കുറച്ച് നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് വയ്ക്കാം. പിന്നെ ഒരു 14 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് മൺചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 1/2 കിലോ കോവയ്ക്ക ഉണ്ടാവും കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തു. സ്വല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പം ഇതാ കോവയ്ക്കെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. നമുക്കിനി ഇത് കോരിയെടുത്ത് മാറ്റാം. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു സ്പൂൺ നല്ലെണ്ണയും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. അത് മൂത്ത് വരട്ടെ. ഈ സമയത്ത് ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി. ഇത്രയും ഞാൻ വെള്ളത്തിൽ ചാലിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ മുളക് പൊടി മിശ്രിതം ഉണ്ടല്ലോ, അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അല്ലാതെ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, മൂപ്പ് അധികമാവും. അപ്പോൾ അതാണ് ഞാനിങ്ങനെ വെള്ളത്തിൽ ചാലിച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആ കോവയ്ക്ക വേവിച്ചെടുത്ത് വച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് 1/2 ടീസ്പൂൺ കായംപൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ, പച്ചവെള്ളം ഒരിക്കലും ചേർക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അച്ചാറിൽ ഞാൻ തിളപ്പിച്ച് വെള്ളം ചൂടാറിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 2 സ്പൂൺ വെള്ളമാണ് ചേർത്തത്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവാപ്പൊടിയാണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഇളക്കി യോജിപ്പിക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. ഒന്നും പറയാനില്ല, കിടിലൻ ടേസ്റ്റാണ്. ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ ചില്ലുകുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ടാറ്റാ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.